ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ആവോലി മസാല ഫ്രൈൻ്റെ റെസിപ്പി നോക്കാം. ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത മീനിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഫിഷിൻ്റെ രണ്ട് സൈഡും മഞ്ഞൾപ്പൊടി നന്നായി തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെക്കണം. ഏത് തരം ഫിഷിലേക്കും സെയിം മസാല ചേർത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് മസാല തയ്യാറാക്കിയാലോ? കുറച്ചധികം ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പുളി, ജീരകം, മല്ലി, കുരുമുളക്, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ്, അതും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഫിഷിലോട്ട് ഈ മസാല ഫുൾ ചേർത്ത് എല്ലാ സൈഡും ചേർത്ത് ഉള്ളിലെല്ലാം ആക്കി നന്നായി മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫിഷിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതിന് പകരം മുളക് ചേർക്കാവുന്നതാണ്. കാശ്മീരി മുളക് കുറച്ച് സമയം ചൂടുവെള്ളത്തിലിട്ട് വെച്ച ശേഷം അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ചേർക്കാവുന്നതാണ്. ബാക്കി വരുന്ന മസാല നമുക്ക് മാറ്റി വെക്കാം. അതിനെ നമുക്ക് പിന്നീട് ഫ്രൈ ആക്കി ചേർക്കാം. ഒരു ഫ്രൈയിങ് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് മീനിനെ കിടത്തി കൊടുക്കുക. നന്നായി ലോ ഫ്ലെയിമിൽ ഒന്ന് പൊരിച്ച് തിരിച്ചും മറിച്ചും മെല്ലെ ഇട്ട് കട്ടവാതെ സൂക്ഷിച്ച് പൊരിച്ചെടുക്കാം. എൻ്റെ പാത്രം കുറച്ച് ചെറുതായി പോയതുകൊണ്ടാണ് മറിച്ചിടാൻ വേണ്ടി കഷ്ടമായത്. സാരമില്ല, മെല്ലെ നമുക്ക് മറിച്ചിട്ട് പിന്നീട് മറ്റൊരു പാത്രത്തിലേക്ക് മസാല തയ്യാറാക്കി അതിലേക്ക് മീനിനെ കിടത്തി കൊടുക്കുക. രണ്ട് സൈഡും നന്നായി ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ച് പൊരിച്ചെടുക്കാം. രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയ ശേഷം മാറ്റി വെക്കാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി വന്ന മസാലയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുമ്പോഴേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാലയുടെ എരിവും ഉപ്പെല്ലാം ഒന്ന് നോക്കണേ. എന്നിട്ട് ഫിഷ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഫിഷിന് ചുറ്റും മസാല മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. ഏതു തരം മീനും വേണമെങ്കിലും ഇതുപോലെ ആക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. ഫിഷ് മസാല ഫ്രൈ ആണിത്. നല്ല ഉപ്പും എരിവും പുളിയും നല്ല മസാലയാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ഡിഷാണ്. ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഇതുപോലെ നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതുപോലുള്ള സൂപ്പർ ഡിഷിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്യണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല മസാലയാണ്. ഏത് ഫിഷ് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി നോക്കാം. മത്തി, അയില, പ്രോൺസ് ഏത് വേണമെങ്കിലും ഇതുപോലെ ആക്കി നോക്കാം. നല്ല ടേസ്റ്റായിരിക്കും. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് സ്പൈസസ് കുറക്കാം. കുരുമുളകും മുളകും കുറച്ചാൽ മതിയാവും. എരിവ് ഇഷ്ടമുള്ളവർക്ക് സെയിം ഇതുപോലെ ആക്കാം. അത്ര സൂപ്പർ റെസിപ്പിയാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. പ്ലീസ് ട്രൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.